അന്ന് കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് കൽഭരണികളിൽ നിറഞ്ഞു തുളുമ്പിയ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുനാഥൻ ആ കുടുംബത്തിൽ ആനന്ദത്തിൻ്റെ ലഹരി പകർന്നു നൽകി. ഇന്ന് ലോകത്തിൻ്റെ ലഹരി തേടി ജീവിത വ്യഗ്രതയോടെ അലയുന്ന വ്യക്തിജീവിതങ്ങളും കുടുംബങ്ങളും അവരുടെ ഹൃദയത്തിൽ സ്വർഗത്തിൻ്റെ ലഹരി നിറയ്ക്കാൻ ദൈവവചനം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കൽഭരണികളായി ചില അമൂല്യ ജീവിതങ്ങൾ. ഒരിക്കൽ ലോകത്തിൻ്റെ ലഹരി പകർന്നു നൽകിയിരുന്ന അവരുടെ ജീവിതങ്ങൾ ഇന്ന് യേശുവിൻ്റെ വചനം വിളമ്പുന്ന കൽഭരണികളായി മാറിയിരിക്കുന്നു. ഇത് ശ്രീ ഔസേപ്പച്ചൻ പുതുമന. ദൈവസ്നേഹ തീക്ഷ്ണതയാൽ നിറഞ്ഞ് സുവിശേഷ പ്രഘോഷണവും പരസ്നേഹ പ്രവർത്തനങ്ങളും ജീവിതചര്യയാക്കി മാറ്റിയ ഒരു ക്രിസ്തു ശിഷ്യൻ. യൗവനത്തിലെ ജീവിത വ്യഗ്രതയും ധനമോഹവും അദ്ദേഹത്തെ നയിച്ചത് മദ്യവ്യവസായം എന്ന മഹാവിപത്തിലേക്കായിരുന്നു. ഒരു വശത്ത് ധനവും പ്രശസ്തിയും സ്വാധീനവും എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ജീവിതത്തിലെ ചില തകർച്ചകൾ അദ്ദേഹത്തെ ദൈവത്തിലേക്കടുപ്പിച്ചു. പിന്നീടങ്ങോട്ട് ദൈവം കാണിച്ചു കൊടുത്ത മാർഗത്തിലൂടെ ഉറച്ച കാൽവയ്പ്പുകളോടെ അദ്ദേഹം നടന്നു തുടങ്ങി. ആ യാത്രയുടെ അനുഭവങ്ങൾ, തൻ്റെ പഴയ ഓർമ്മകൾ എല്ലാം അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നു. കാണുക, ഒരു കൽഭരണിയുടെ ആത്മകഥ, ഒരു മദ്യവ്യവസായിയുടെ മാനസാന്തര കഥ. എൻ്റെ സഹോദരങ്ങളാകട്ടെ പഠിച്ചു മിടുക്കരായവർ വളരെയധികം ഉന്നതിയിലേക്കും വളർച്ചയിലേക്കും നല്ല ജീവിത രീതിയിലേക്ക് കടന്നു വന്നു. ആ കാലത്ത് എനിക്ക് അവരോടൊക്കെ ചെറിയ അസൂയ തോന്നി തുടങ്ങി. കാരണം പഠിക്കേണ്ട കാലത്ത് പഠിച്ചുമില്ല, പഠിച്ച് മിടുക്കരായവരോട് അസൂയ തോന്നുക എന്നുള്ള ഒരു പ്രതിഭാസമായിരുന്നത്. അങ്ങനെ മദ്യവ്യവസായമായിട്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് എനിക്കത് തോന്നി, ചാരായ ഷാപ്പ് ബിസിനസ് മാത്രം പോരാ, വിദേശ മദ്യം കൂടെ വിൽക്കണം, അതിന് ബാർ ഹോട്ടൽ തുടങ്ങണം. ബാറിൻ്റെ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്ത സമയത്ത് അവിടെ ചില കുറുക്കുവഴികൾ തേടിയാണ് ഞാൻ ആ ലൈസൻസ് നേടിയെടുത്തത്. ഞാൻ പറഞ്ഞു, പിതാവേ, ഹോട്ടൽ ലോഡ്ജ് നടത്തിയാൽ മാത്രം മതിയാവില്ല, ഞാൻ വലിയ പണം ലോൺ എടുത്താണ് നടത്തുന്നത്, അതുകൊണ്ട് ബാർ വ്യവസായം, മദ്യവ്യവസായം നടത്താൻ എനിക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞപ്പോൾ ഈ പിതാവ് കണ്ണുകളടച്ച് ഒരു 2 മിനിറ്റ് കണ്ണുകളടച്ച് ആലോചിച്ചു. അല്ല, അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവനെന്നൊരു ദൂർത്തപുത്രനാണ്, അവൻ പന്നിയെ മേയ്ക്കാൻ കാസർഗോഡ് പോയിരിക്കുക, അവൻ പന്നിക്കൂടിലാണ് കിടക്കുന്നത്, അവൻ ബാർ ഹോട്ടൽ നടത്തുക, മദ്യവ്യവസായം നടത്തുക, എത്രയായിരം മനുഷ്യരെയാണ് മദ്യം കൊടുത്ത് നശിപ്പിക്കുന്നത്. അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ അമ്മച്ചി ആഹ്വാനം ചെയ്തു. അവരൊത്തൊരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം ഞാൻ കേൾക്കുന്ന ക്ലാസ് ദൈവം സ്നേഹമാണ് എന്നതായിരുന്നു. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ
ഞാൻ ദൈവത്തെ അറിയാതെ, വചനം അറിയാതെ, പാപത്തിലും മദ്യത്തിലും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്ന ചില ചിന്തകൾ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തന്നു. രാവിലെ 5 മണി സമയത്ത് ചാപ്പലിൽ പോയി ക്രൂസിനെ ആ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുക. കുരിശ് കിടന്നുകൊണ്ട് യേശു നിന്നോട് സംസാരിക്കും. ഞാൻ പറഞ്ഞു, അച്ഛാ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. ഈശോ തമ്പുരാൻ എന്നോട് പറഞ്ഞ് ഞാൻ ബാർ ഹോട്ടൽ അടച്ചിരിക്കും അച്ഛാ. ഞാൻ ധ്യാനിക്കാൻ പോയത് ഈ ലോകത്തിൻ്റെ 3 ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ അവിടെ ചെന്ന് ധ്യാനം കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധത പ്രവർത്തിക്കാൻ തുടങ്ങി. 1, 2, 3, 4 ദിവസമായപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ ഗതി മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, 1990 മാർച്ച് 30 കാസർഗോഡ് ടൗണിലെ ഏക ബാറായ കാവേരി ബാറ് യേശു നാമത്തിൽ അടച്ചുപൂട്ടി. കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ ബാർ അടഞ്ഞടക്കുകയാണ്. അങ്ങനെ കേരളത്തിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് യേശുവിനുള്ള സ്നേഹത്തെ പ്രതി, സ്വർഗത്തെ പ്രതി ആദ്യമായി ബാറടയ്ക്കാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പേര് സിസ്റ്റർ കർമ്മല. സ്നേഹഗിരി മിഷണറി സന്യാസിനി സമൂഹത്തിൽ 1969 വന്നു. 69 മെയ് 24 സ്നേഹഗിരി സന്യാസിനി സമൂഹം ഫാദർ എബ്രാഹിം കൈപ്പമ്പ്ളാക്കൽ ആരംഭം കുറിച്ചത്. പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെയാണ് ഈ സന്യാസിനി സമൂഹം തുടങ്ങിയത്. പാവപ്പെട്ട അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, പെൺകുട്ടികൾ, ആൺകുട്ടികൾ, വികലാംഗർ, മന്ദബുദ്ധികളായ കുട്ടികൾ, ഇങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ സഭയുടെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം. പുതുമന ഔസേപ്പച്ചനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്കേറെ കടപ്പെട്ട ഒരു വ്യക്തിയാണ്. തൻ്റെ വ്യക്തിപരമായ സംഭാവനകൾ കൊണ്ടും മറ്റുള്ളവരെ കൊണ്ട് സംഭാവന ചെയ്യിപ്പിച്ചും ഈ ഭവനത്തെ ഒരു സ്വന്തം എന്ന പോലെ കരുതുന്ന ഒരു വലിയ മനുഷ്യനാണ്. ഞങ്ങൾക്കൊരിക്കലും മറക്കാനോ ഉപേക്ഷിക്കുവാനോ, ഞങ്ങളുടെ പ്രാർത്ഥന ഉപേക്ഷിക്കുവാനോ സാധിക്കാത്ത ഒരാൾ. എപ്പോൾ എന്താവശ്യം വന്നാലും ഔസേപ്പച്ചൻ്റെ ഫോണിലോട്ട് വിളിച്ചാൽ മതി. ആരെ സ്വയം സംഭാവന ചെയ്യും, ഇല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് സംഭാവന ചെയ്യിപ്പിക്കുവാൻ വലിയൊരു മനസ്സാണ് അദ്ദേഹത്തിനുള്ളത്. അത് ഒരിക്കലും ഞങ്ങൾ മറക്കുകയില്ല, ഞങ്ങളുടെ അമ്മച്ചിമാരും മറക്കുകയില്ല. ഒരിക്കൽ ക്ലാസ് എടുത്ത് നയിച്ച അവസരത്തിൽ ക്ലാസ്സിലിരുന്ന ഒരമ്മച്ചി ചോദിച്ചു, സ്വർഗത്തിൽ പോയാൽ സുഖമാണോ, അവിടെ രസമാണോ എന്ന്. ഔസേപ്പച്ചൻ വളരെ തന്മയത്വത്തോടു കൂടി, വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, അയ്യോ സ്വർഗത്തിൽ ഭയങ്കര സന്തോഷമാണ്, അത് നമ്മൾ അനുഭവിച്ചറിയണം എന്നൊക്കെ വളരെ കാര്യമായിട്ട് പറഞ്ഞു. ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ അവസരമാണത്. ആ അമ്മച്ചി ലിവർ സിറോസിസിൻ്റെ അസുഖമുണ്ടായിരുന്ന അമ്മച്ചിയായിരുന്നു. വളരെ പെട്ടെന്ന് ഒരാഴ്ചക്കകം അമ്മച്ചി മരിക്കുകയും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അമ്മച്ചി സ്വർഗത്തിലെത്തിയെന്നും. ഇങ്ങനെ ധാരാളം അമ്മച്ചിമാരെ ഏറെ താല്പര്യത്തോടു കൂടി ഇവിടെ വരികയും കാണുകയും ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ കൊടുത്ത് ഇവർ ആത്മീയ ഉണർവുള്ളവരാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു മഹത് വ്യക്തിയാണ് ഔസേപ്പച്ചൻ. എൻ്റെ പേര് മേരി. ഞാൻ വാഴക്കുള ഇടവകയിൽ താമസിക്കുന്നു. ഞാനൊരു വിധവയാണ്. എനിക്ക് 4 പെൺമക്കളാണുള്ളത്. അതിൽ 4ാമത്തെ ആളുടെ കാലിന് 4 വയസ്സ് മുതൽ ചെറിയ വളവ് ആരംഭിച്ചു. പല ഡോക്ടർമാരെയും കാണിച്ചു, ചികിത്സിച്ചു. അത് കൂടി വന്നതല്ലാതെ
കുറഞ്ഞില്ല. അവസാനം മെഡിക്കൽ ടെസ്റ്റിൽ എറണാകുളത്തെ മെഡിക്കൽ ടെസ്റ്റിൽ ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യണം. അത് ഒരു കാലിന് 1 ലക്ഷം രൂപ വെച്ച് 2 കാല് ചെയ്യണമെങ്കിൽ 2 ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ പൈസയില്ലായിരുന്നു. ഞാൻ വീണ്ടും തൊടുപുഴ ചാഴികാട് ഡോക്ടറെ വിൻസെൻറ്റിനെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷനല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വളരെയേറെ വിഷമിച്ചു. മറ്റുള്ളവരെന്നെ വഴക്ക് പറയാനും കുറ്റപ്പെടുത്താനും തുടങ്ങി. ഈ കൊച്ചിൻ്റെ കാലിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ അത് വീണ്ടും കൂടി വന്ന് അത് തളർന്നു കിടക്കാനാണോ നീ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാത്തതെന്ന് ചോദിച്ചു. എന്നാൽ 1 രൂപ പോലും തന്ന് എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ശക്തമായിട്ട് മാതാവിൻ്റെ മാധ്യസ്ഥം തേടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാർമൽ കൂട്ടായ്മയിൽ വന്ന് എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ കാലയളവിലാണ് കാഞ്ഞങ്ങാട് നിന്ന് കാസർഗോഡുകാരൻ ഞങ്ങളുടെ ഔസേപ്പച്ചൻ ബ്രദർ വാഴക്കുളത്ത് താമസത്തിന് വന്നത്. പള്ളിയിൽ വെച്ച് ബ്രദർ എൻ്റെ കൊച്ചിനെ കണ്ടു. കൊച്ചിന് തന്നെ നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എൻ്റെ കയ്യിൽ തൂങ്ങിയായിരുന്നു പള്ളിയിൽ വന്നുകൊണ്ടിരുന്നത്. സ്കൂളിൽ പോകുമ്പോഴും ഏതെങ്കിലും കൂട്ടുകാരുടെ കയ്യിൽ തൂങ്ങിയായിരുന്നു അവൾ നടന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് ബ്രദർ എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. ഞാനിങ്ങനെ പറഞ്ഞു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ബ്രദറെ പറഞ്ഞത്. എൻ്റെ കയ്യിൽ പൈസയില്ല, ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ്. ബ്രദർ പറഞ്ഞു മോളെ വിഷമിക്കണ്ട, ഈശോ നിന്നെ സഹായിക്കും, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ബ്രദർ തന്നെ മുൻകൈ എടുത്ത് കൂട്ടായ്മയിൽ പറഞ്ഞു. കാർമൽ കൂട്ടായ്മ വഴി ജോൺസൺ അച്ഛനും മറ്റ് പലരും സഹായിച്ചു. അങ്ങനെ 2 ലക്ഷം രൂപ ഓപ്പറേഷൻ ആകുമെന്ന് പറഞ്ഞ എൻ്റെ കൊച്ചിന് കർത്താവിൻ്റെ സഹായം മൂലം വെറും 30,000 രൂപയ്ക്ക് ആ ഓപ്പറേഷൻ ചെയ്തു തന്നു. കർത്താവ് സഹായിച്ചു. പിന്നെ ഈ ബ്രദറിലൂടെയാണ് കർത്താവ് എന്നെ സഹായിച്ചത്. മുൻകൈ എടുത്തതുകൊണ്ടാണ് ഇത്രയേറെ അനുഗ്രഹം എൻ്റെ മോൾക്ക് ലഭിച്ചത്. എൻ്റെ മോളുടെ ഓപ്പറേഷൻ കഴിഞ്ഞു, സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ അവൾക്ക് കാലിന് യാതൊരു വളവുമില്ല, ഒരു കുഴപ്പവുമില്ല. ആരുടെയും സഹായം കൂടാതെ വീട്ടിലെ സകല ജോലികളും അവൾ ചെയ്യാൻ ഇപ്പോൾ മിടുക്കിയായിട്ട് നടക്കുന്നു. എല്ലാ ദിവസവും അവൾ പള്ളിയിൽ വരും, പ്രാർത്ഥിക്കും, വിശുദ്ധ കുർബാന സ്വീകരിക്കും. ഈശോ ഞങ്ങളെ ഒത്തിരിയേറെ അനുഗ്രഹിച്ചു. എൻ്റെ പേര് സന്തോഷ്, വീട്ടുപേര് പാറയിൽ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായിരുന്നു. ഇതുവരെയായിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നില്ലായിരുന്നു. ആ ഇടയ്ക്കാണ് ബഹുമാനപ്പെട്ട ഔസേപ്പച്ചൻ ബ്രദർ ഞങ്ങളുടെ അയൽവക്കത്ത് താമസിക്കാൻ വന്നത്. അപ്പോൾ എന്നെ കാണുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ ഞാനിങ്ങനെ ബാറിലെ ജോലിയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ബാറിലെ ജോലി നിർത്താതെ നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരുന്ന കാര്യം തമ്പുരാനോട് ഞാൻ ചോദിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞത് ആ ജോലി ഉപേക്ഷിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ ജോലി ഉപേക്ഷിച്ച് പോയി ധ്യാനം കൂടുകയും 1 വർഷമായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കുഞ്ഞിനെ തന്ന് സഹായിക്കുകയും ചെയ്തു ദൈവം. ഇപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 വർഷം കൂടി ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായതല്ലേ. ബാറിലെ പണി ഞാൻ ഉപേക്ഷിച്ച് ഒരു ധ്യാനം കൂടിയതിന് ശേഷം ഉണ്ടായ കുട്ടിയാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഞാനൊരു പ്രൈവറ്റ് റെസ്റ്റോറൻറ്റിൽ, അതായത് ദിവസക്കൂലിക്കാണ് നിൽക്കുന്നത്. എങ്കിലും ഞങ്ങൾക്ക് ഈ 3.5 മാസം കഴിഞ്ഞ് ഞാൻ കുട്ടി ഉണ്ടായിട്ട് ഈ കുട്ടിയെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കിട്ടണ പൈസയ്ക്ക് 1000-600 രൂപ കിട്ടുള്ളൂ. എന്നാൽ ആ പൈസയ്ക്ക് സുഖകരമായിട്ട് ഞാൻ ജീവിക്കണം. എങ്കിലും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ബാറിൽ നിന്ന് സ്ഥിരമായിട്ട് എന്നെ വിളിക്കുന്നുണ്ട്, പ്രലോഭിപ്പിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് അങ്ങോട്ട് വാ, നിനക്ക് PF ആനുകൂല്യങ്ങളെല്ലാം തരാം, നീ വാന്നും പറഞ്ഞ്. ഇനി ഞാൻ ഒരിക്കലും ഞങ്ങളങ്ങനെ പോവുകയില്ല. അതുകൂടാതെ അച്ഛനും അമ്മയും കൂടി ധ്യാനം കൂടുകയും ഒരു ദിവസം പോലും കൊന്ത നമസ്കാരം കുടുംബത്തില്ലാതിരിക്കുകയും ചെയ്യാറില്ല. എല്ലാ ഞായറാഴ്ചയും ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഔസേപ്പച്ചൻ ബ്രദർ ഞങ്ങളുടെ അയൽവക്കത്ത് താമസിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ ആ ബാറിലെ പണി തുടർന്നുകൊണ്ട് പോവുകയും ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥന സഹായം തന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന സഹായം തരുന്ന വ്യക്തിയാണ് ഔസേപ്പച്ചൻ ബ്രദർ. അദ്ദേഹം ഇപ്പോൾ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും കൊച്ചിനെ കാണാൻ വരികയും ഇവന് ഞങ്ങളെല്ലാം അവിടെ കൊണ്ട് കാണിക്കുകയും പുള്ളി വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. പുള്ളിയാണ് ഞങ്ങളുടെ ഒരു മാതൃകയായത്. എൻ്റെ പേര് ദേവസ്യ ആൻ്റണി പള്ളിക്കുന്നേൽ. ഇത് എൻ്റെ ഭാര്യ മറിയക്കുട്ടി. ഔസേപ്പൻ ചേട്ടനായിട്ട് ഞങ്ങൾ കണ്ടിട്ട് 5-6 വർഷമായി. അങ്ങനെ കഴിച്ചാൽ അവിടെ ചെറിയ പണിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് ഒരു 3 വർഷം മുമ്പ് എനിക്ക് സുഖമില്ലാതെ വന്നു. അവിടെ സുഖമില്ലാതെ വന്ന് തൊടുപുഴ സെൻറ്റ് മേരീസ് ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോയി ഡോക്ടറായിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശദീകരിച്ച്. അപ്പോൾ ശ്വാസം മുട്ടും തലകറക്കും ബ്ലഡ് എനിക്ക്. അപ്പോൾ അവിടെ ചെന്ന് സീൽ നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബ്ലോക്കിനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം ചെറുപ്പെട്ട് പറഞ്ഞു ഇനിയിപ്പം
പിന്നെ ഓപ്പറേഷനാണ് ഇതിൻ്റെ മരുന്ന്. അതിന് പ്രായം കടന്നുപോയി, അത് പറ്റിയില്ല. അതുകൊണ്ട് ചെറിയ മരുന്ന് തരാം. അങ്ങനെ ഇരുന്ന് 2.5 വർഷം അവിടുന്ന് തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചു. ചികിത്സാപരമായിട്ടിപ്പം 95% ഈ ചേട്ടായിയാണ് ഞങ്ങളെ സഹായിക്കുന്നത്. മക്കൾ 5 പേരുണ്ട്. അവർ 4 പേര് മലബാറിലാണ്, ഒരാൾ ഇവിടെയുണ്ട്. അവരും കൂലിപ്പണിയൊക്കെ എടുത്ത് കഴിയാണ്. അവർ ഒരു സാമ്പത്തികം ഉള്ളവരല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെ സഹായിക്കാനുള്ളൊരു കഴിവ് അവർക്കില്ല. അപ്പം അങ്ങനെ ഇപ്പം ഞങ്ങൾ 2 പേരേ ഇവിടെ ഉള്ളൂ. ഇന്ന് ഒരു ദിവസം പോലും മരുന്ന് മുടക്കാൻ പാടില്ലെന്നാണ് ഡോക്ടറുടെ ഓർഡർ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഇപ്പം ഞങ്ങളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ 2 പേരും കൂടെ. എല്ലാ സഹായത്തിലും ഇപ്പോഴും ചേട്ടായിയൊക്കെയാണ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഇപ്പം ഞങ്ങളുടെ ഒരു അവസ്ഥയിൽ അങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും മറ്റുള്ളവരും കഴിവുള്ളവരൊക്കെ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ മറ്റുള്ളൊരു സഹായ നിലയിലാണ്. ഒരു പണിക്ക് പോലും ഇപ്പം പറ്റില്ല. ഞാനിപ്പോൾ ഒരു 3.5 വർഷമായി ഒരു പണി പോലും എടുത്തിട്ട്. എനിക്കിപ്പോൾ ഒരു കുഞ്ഞു പണികളൊക്കെ ഭാര്യ ഇവിടെ താഴെ പോയിട്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ ജീവിതം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് ജോർജ്, വീട്ടുപേര് പടിഞ്ഞാറേൽ. ഭാര്യ അതുപോലെ 2 കുട്ടികളും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. കുട്ടികൾ 2 പേരും പഠിക്കുകയാണ്. 14 വർഷത്തോളമായിട്ട് ഞാനിവിടെ ഈ പലചരക്കട നടത്തുന്നതാണ്. എൻ്റെ വീട് ഇതിനോട് ചേർന്ന് തന്നെയാണ്. വലിയ കുഴപ്പമില്ലാണ്ട് കടകൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കടയിൽ അരിയും അതുപോലെ മറ്റു പലവ്യഞ്ജന സാധനങ്ങളും കടയിലുണ്ട്. അത്യാവശ്യം എല്ലാ കൂട്ടവും തന്നെ കടയിലുണ്ട്. വലിയ ടൗണൊന്നുമല്ല ഇത്, വലിയ ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിൽ തൊട്ട് അയലോക്കത്ത് പുതിയൊരു താമസക്കാർ വന്നു. അവരുടെ വീട്ടുപേര് പുതുമനയിൽ നിന്നാണ്. ആ ചേട്ടൻ്റെ പേര് ഔസേപ്പച്ചൻ എന്നാണ്. അവരൊരു കുടുംബമായിട്ട് പുതുതായിട്ട് താമസം ആരംഭിച്ചു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. അദ്ദേഹം നല്ല ഒരു മനുഷ്യനാണ്, ഒരു ധ്യാന ഗുരുവാണ്. പല പള്ളികളിലും ഒക്കെ പോയി ധ്യാനിപ്പിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ഉപകാരി കൂടിയാണ്. മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്. വളരെയധികം നല്ല രീതിയിൽ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹം പലരെയും സഹായിച്ചിട്ടുണ്ട്. അത് പലരെയും സഹായിച്ചിട്ടുണ്ട്. ആ സഹായങ്ങളെല്ലാം തന്നെ എനിക്ക് അറിയുകയും ചെയ്യാം. വീടില്ലാത്തവർക്ക് സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കുകയും അതുപോലെ കല്യാണപ്രായമായ പിള്ളേരെ കെട്ടിച്ചുവിടാനായിട്ട് സാമ്പത്തികമായിട്ട് സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആഴ്ചകളോളം ആശുപത്രി കിടക്കുകയും ആശുപത്രി ബില്ലടയ്ക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരെ ബില്ലടച്ച് സഹായിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വാഴക്കുളം ഇടവയിൽ ഒരു വാർഷിക ധ്യാനം നടന്നിരുന്നു. അതിൽ ധ്യാന ഗുരുവായിട്ട് പ്രസംഗവും കാര്യങ്ങളും വചന പ്രഭാഷണങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ സംബന്ധിച്ചിരുന്നു. അപ്പോൾ അവിടെ അതിൽ പള്ളിയകത്ത് വെച്ച് കേട്ട 2 പ്രധാന കാര്യങ്ങളാണ് ചില മാറ്റങ്ങൾ എനിക്ക് വരുത്തുവാനായിട്ട് സാധിച്ചത്. ഒന്നാമതായിട്ട് അദ്ദേഹം വലിയ ഒരു ബാറിൻ്റെ ഉടമയായിരുന്നു. ആ ബാറിലെ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിക്കൊണ്ട് അവിടുത്തെ ലൈസൻസ് കട്ടാക്കിക്കൊണ്ട് മറ്റാർക്കും ആ ലൈസൻസ് വിൽക്കാതെ അതുപോലെ തന്നെ മറിച്ച് വിൽക്കാതെയും ഒന്നും പോകാതെ ആ ലൈസൻസ് കട്ട് ചെയ്യുകയും ഈ മദ്യം കൊടുത്ത് എനിക്ക് നന്നാവണ്ട എന്ന് പറയുകയും ഈ മദ്യത്തിലൂടെ എനിക്ക് നന്നാവണ്ട എന്ന് പറയുകയും അനേകായിരങ്ങളെ നശിപ്പിച്ചിട്ടുള്ള കച്ചവടം എനിക്ക് വേണ്ടെന്ന് പറയുകയും അങ്ങനെ ആ ബാറ് അടച്ചു പൂട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ധ്യാനങ്ങൾ നടത്തുവാനും പല സ്ഥലങ്ങളിൽ പോകാനും അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ ആ പള്ളിക്കകത്ത് ഇരുന്നുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു. ഇത്രയും വലിയ ലാഭമുള്ള ഒരു ഇടപാട് നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഈ പാൻപരാഗ കാര്യങ്ങൾ ലഹരി വസ്തുക്കൾ നിർത്തിക്കൂടാ എന്ന് ഞാനൊരു തീരുമാനം എടുത്തു. കടയിൽ പാൻപരാഗ പോലുള്ള സാധനങ്ങളെല്ലാം ഞാൻ വിട്ടുകൊണ്ടാണ് ഇരുന്നത്. അപ്പം ഇത് നിർത്തണം എന്ന് ഞാൻ പള്ളിയകത്ത് തന്നെ ഒരു തീരുമാനം എടുക്കുകയും പിറ്റേ ദിവസം മുതൽ ഞാൻ ആ പാൻപരാഗ് പോലുള്ള ലഹരി വസ്തുക്കൾ എടുത്തു കളയുകയും അതിൽ നിന്നുള്ള ലാഭം എനിക്ക് വേണ്ടാന്ന് ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. ആ ലാഭത്തിന് പകരം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ പല സാധനങ്ങളും ഞാൻ കടയിൽ വാങ്ങിച്ചു വയ്ക്കുകയും ആ നഷ്ടപ്പെട്ടു പോയ ലാഭം എനിക്ക് അതിലൂടെ തിരിച്ചെടുക്കാനും സാധിച്ചു. അങ്ങനെ ഞാനായിട്ട് നമ്മുടെ പിള്ളേരെ നശിപ്പിക്കുന്നത് ശരിയല്ല അറിഞ്ഞുകൊണ്ട് എന്നുള്ള രീതിയിൽ ഞാനത് മാറ്റം വരുത്തി. പിന്നീട് ഒരിക്കലും ഞാൻ ആ സാധനങ്ങൾ അതുപോലുള്ള സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല.
സ്നേഹമുള്ളവരെ, ഞാൻ ഐസക് ജോസഫ് കൊട്ടുകാപ്പള്ളി. ഞാൻ ലുണാർ അബേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ലുണാർ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ ചെയർമാനുമാണ്. ഞാൻ കഴിഞ്ഞ 40 കൊല്ലമായി വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നു ആസ് എ എൻ്റർപ്രണർ. എൻ്റെ ഈ ജീവിതകാലത്ത് എനിക്ക് തോന്നിയിരിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങൾ, എൻ്റെ മാതാപിതാക്കൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഫാദറാണെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നെങ്കിലും ഒരിക്കലും കൈക്കൂലി മേടിക്കാത്ത ഉദ്യോഗസ്ഥനായിരുന്നു. എപ്പോഴും മൂല്യം വില കൊടുക്കുന്ന ഒരു സംവിധാനം മാത്രമേ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുള്ളൂ, കുടുംബം ആഗ്രഹിച്ചിരുന്നുള്ളൂ, അത് പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. ഔസേപ്പച്ചൻ തന്നെ ആദ്യം ബാർ തുടങ്ങാനൊക്കെ പോയപ്പോൾ ഞങ്ങളെല്ലാവരും ടോട്ടൽ ആയിട്ട് എതിർക്കുകയാണ്. അതിനുവേണ്ടി ഒത്തിരി ഞങ്ങൾ അവനെ പിന്തിരിപ്പിക്കേണ്ട പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മൂല്യങ്ങളുള്ള ഒരു വ്യവസായം നമുക്ക് തുടങ്ങാവുള്ളൂ ഞങ്ങൾ നിർബന്ധമുണ്ടായിരുന്നു. ബാറ്, ബ്ലേഡ് മുതലായ സാധനം നടത്തി ആ സ്വത്തുണ്ടാക്കുന്നതുകൊണ്ട് ഒരിക്കലും കുടുംബത്തിനും മെച്ചമുണ്ടാവില്ല. ആ സ്വത്ത് കുടുംബത്തെ സമാധാനം തരികയില്ല, കുടുംബ അന്തരീക്ഷത്തെ മലിനീകരണമാകും, നമ്മുടെ ഭാവി തലമുറ തന്നെ തെറ്റായ രീതിയിൽ പോകും. നമുക്ക് അങ്ങനെ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് വരെ ഒരനർത്ഥം ഉണ്ടാകാതെ ദൈവത്തിൻ്റെ പരിപാലനയും ദൈവ സ്നേഹത്തോടെ ജീവിക്കുക, വലിയ സമാധാനത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് കുടുംബങ്ങൾക്കെല്ലാം സാധിച്ചിട്ടുണ്ട്. മെയിൻ കാരണം ഞങ്ങൾ എപ്പോഴും മൂല്യം വില കൊടുക്കണം. മാതാപിതാക്കന്മാരെ പഠിപ്പിച്ചെന്ന് ആ മൂല്യം വില കൊടുത്തുകൊണ്ട്, സത്യനീതിക്കും വില കൊടുത്തുകൊണ്ട് അനാവശ്യമായ പൈസ കുടുംബത്തിലേക്ക് കറപ്ഷൻ്റെ ആണെങ്കിലും ബാറിൻ്റെ ആണെങ്കിലും ബ്ലേഡിൻ്റെ ആണെങ്കിലും പൈസ വരാതെ വളരെ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിന് വിഘ്നമായിട്ടാണ് വാസന ഔസേപ്പച്ചൻ പ്രവർത്തിച്ചത്. അത് ഞങ്ങൾക്ക് സങ്കടമുള്ള കാര്യമായിരുന്നു. പക്ഷേ ഔസേപ്പച്ചൻ നിന്ന് മാറുകയും ഔസേപ്പച്ചൻ ഇന്ന് അതിനെല്ലാം വിരുദ്ധമായി ബാറ് നടത്തുന്നതിനെതിരായിട്ട് അല്ലെങ്കിൽ ബ്ലേഡ് നടത്തുന്നതിനെതിരായിട്ട് അതുപോലെ തന്നെ കുടിക്കുന്നവരെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന സ്വഭാവമായിട്ട് പ്രവർത്തിച്ച് അത് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളെ മാറി. അവിടെ എനിക്ക് ഇൻഡസ്ട്രിയൽ സമൂഹത്തോട് അല്ലെങ്കിൽ പുതിയ തലമുറയോട് പറയാനുള്ളത്, ഒരിക്കലും അനാവശ്യമായൊരു പൈസ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു മോശമായ പൈസ നമ്മുടെ കുടുംബത്തിൽ ഇവിടെ മറ്റ് തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ശാപം കൊടുക്കുകയാണ്. അവർക്ക് നമ്മൾ അസറ്റ് കൊടുക്കുകയല്ല, അവർക്ക് നമ്മൾ ശാപം കൊടുക്കുകയാണ്, അവർക്ക് തന്നെ കൊടുക്കുകയാണ്. പാടില്ല. എപ്പോഴും നന്മയുടേതായ മാറ്റം. അതുപോലെ നമ്മൾ ദശാംശം കൊടുക്കുമ്പോൾ നമ്മൾ വാസ്തവം ദൈവത്തെ തന്നെ ദശാംശം കൊടുക്കാതിരിക്കും ദൈവത്തെ കൊള്ളയടിക്കുന്നതാണ്. ദശാംശം കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് നമ്മുടെ ഡ്യൂട്ടി നിർവഹിക്കുകയാണ്. കാരണം ദൈവമാണ് എല്ലാത്തിൻ്റെ അധിപൻ, നമ്മളൊരു സൂക്ഷിപ്പുകാരാണ്. അതിൻ്റെ ഭരണാധികാരികളല്ല, വെറും അതിൻ്റെ സൂക്ഷിപ്പുകാർ മാത്രമാണ്. അതിന് ദശാംശം കൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു നന്മ ചെയ്യുവാൻ, ഒരു സമാധാനം അനുഭവിക്കാൻ, ഒരു സ്നേഹം അനുഭവിക്കാൻ, ഒരു ദൈവസ്നേഹം നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, നമ്മുടെ സന്തതി പരമ്പരയിലേക്ക് കടന്നു വരുവാനും നമ്മുടെ എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടുവാനും ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. അത് ഞങ്ങൾ അനുഭവിച്ചറിയുന്ന സത്യമാണ്. അത് നിങ്ങളോട് പറഞ്ഞാൽ ആഗ്രഹിക്കുകയാണ്. മദ്യം വിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട്, മദ്യ വ്യവസായികളോട്, മദ്യം ഒഴിച്ചു കൊടുക്കുന്ന തൊഴിലാളികളോട് എനിക്കൊന്ന് പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മദ്യം വിറ്റ് മദ്യം ഒഴിച്ചു കൊടുത്ത് ഇന്ന് ആരെങ്കിലും ഒരു വ്യക്തി, കേരളത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി സന്തോഷത്തോടെ ജീവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? മദ്യം വിൽക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു കുടുംബത്തെ നശിപ്പിക്കുക എന്നർത്ഥം. ഈശോ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഈശോ നമ്മെ രക്തം നൽകി സ്നേഹിച്ചു. ക്രിസ്ത്യാനികളെ നമ്മൾ മദ്യം കൊടുത്ത് സ്നേഹിക്കുന്നു. എത്രയോ വലിയ ദുരന്തമാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ മേടിച്ചു വെക്കുക. നമ്മുടെ പാരമ്പര്യങ്ങൾ നശിച്ചു പോകുന്ന ഈ വൻ തിന്മയിൽ നിന്ന്, ഈ ദൈവമക്കളെ നശിപ്പിക്കുന്ന ഈ വൻ നാശത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും പിന്തിരിയാം. ആ ഒരു വലിയ പാപം, ഒരു വലിയ ശാപമായി നമ്മുടെ അടുത്ത തലമുറകൾ നശിക്കാതിരിക്കാൻ നമുക്ക് ഉദ്യമിക്കാം, പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം.